ഹരേ കൃഷ്ണ. ആരുമില്ല, എനിക്ക് തനിച്ചായി പോയോ എന്നൊക്കെയുള്ള സംശയം ചില സമയത്ത് നമുക്കുണ്ടാവാറുണ്ടല്ലേ. എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന ചില സമയങ്ങൾ. അപ്പോൾ കണ്ണടച്ച് ഭഗവാനെ സ്മരിക്കുക. ഭഗവാൻ ഉണ്ടാവും നമ്മൾക്ക് കാവലായി. തൻ്റെ ഭക്തനെ ഭഗവാൻ പരീക്ഷിക്കും, അല്ലാതെ മറ്റൊരാൾക്ക് തട്ടാൻ ഇട്ടുകൊടുക്കില്ല. അങ്ങനെ ആരെങ്കിലും തൻ്റെ ഭക്തനെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ വെറുതെ നോക്കിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള പ്രഹ്ലാദന് വേണ്ടി ഭഗവാൻ മഹാവിഷ്ണു നരസിംഹാവതാരം എടുത്തു തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ. ഒന്നോർത്താൽ മതി, ഒരു കൊച്ചു കുഞ്ഞിന് വേണ്ടിയാണ് ഭഗവാൻ ഒരവതാരമെടുത്തത്. വരും നമ്മളെ രക്ഷിക്കാൻ എന്ന ഉറപ്പ് മാത്രം മതി. മനസ്സ് ചഞ്ചലമാവാതിരിക്കണം. ഭഗവാൻ എന്നെ രക്ഷിക്കുമോ എന്ന സംശയം പാടില്ല. ആരുമില്ലെങ്കിലും എൻ്റെ ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ദൃഢമായ വിശ്വാസം ഉണ്ടാവണം. ഏത് ഈശ്വര സങ്കല്പമാണോ നിങ്ങൾക്ക്? ശിവഭക്തനാണോ? ഇനി കൃഷ്ണഭക്തനാണോ? ദേവി ഭക്തരാണോ? നിങ്ങൾ ഗണപതി ഭക്തരാണോ? ഹനുമാൻ, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, അങ്ങനെ 33 കോടി ദൈവസങ്കല്പമുണ്ട് നമ്മൾ ഹിന്ദു വിശ്വാസികൾക്ക്. നമ്മൾ വിശ്വസിക്കുന്ന മൂർത്തി ഏതാണോ ആ മൂർത്തിയെ നമ്മൾ അചഞ്ചലമായ മനസ്സോടെ പ്രാർത്ഥിക്കുക. എന്തൊക്കെ പ്രശ്നങ്ങൾ തന്നെ വന്നാലും നമ്മുടെ മനസ്സ് ചഞ്ചലമാവരുത്. നമ്മുടെ മനസ്സ് മാറി മാറി കളിക്കരുത്. നമ്മുടെ വിശ്വാസം ദൃഢമായിരിക്കണമെന്നും മാത്രം. പ്രഹ്ലാദൻ്റെ ഭക്തി എന്തൊക്കെ പരീക്ഷണം നേരിട്ടു, ഏതൊക്കെ രീതിയിൽ കൊല്ലാൻ നോക്കി. അപ്പോഴൊക്കെ പ്രഹ്ലാദൻ്റെ നാവിൽ ഹരിയുടെ നാമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ആപത്തിൽ നിന്നും ഭഗവാൻ രക്ഷിച്ചു പ്രഹ്ലാദനെ. നരസിംഹാവതാരം എടുത്തു വന്നു, തൂണ് പിളർന്നു വന്നു തൻ്റെ ഭക്തനെ രക്ഷിക്കാൻ. അപ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം ഭഗവാനോട്, മനസ്സിലെപ്പോഴും വിളങ്ങി നിൽക്കണേ എന്നും ഭഗവാന്റെ രൂപം എപ്പോഴും കാണാൻ പറ്റണേ എന്നും. ഭഗവാൻ നമ്മളെ ഏതാപത്തിൽ നിന്നും രക്ഷിക്കും, തീർച്ച. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.